ഞാനിപ്പോൾ രാത്രി കാട്ടുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെടുത്ത റൂമിലേക്കാണ്. അതെ, നമ്മളൊരു റിസോർട്ടിൽ ഒരു റൂം എടുത്തിരിക്കുകയാണ്. കേവ് റിസോർട്ടാണ്. അപ്പോൾ നമ്മുടെ കേവ് റൂമിലേക്കാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ കാടാണ് അവിടെ. ഞാൻ ഈ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഭയങ്കര ഡാർക്ക് അടിക്കണം എന്നുള്ളത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ലൈഫിൽ ഒരിക്കൽ പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനൊരു സ്ഥലത്ത് താമസിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയ ഐഡിയ ഒന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്ത് ലൈറ്റ് ഉണ്ട്, ചില സ്ഥലത്ത് ലൈറ്റ് ഇല്ല. എന്താ പറയുക, അപ്പുറത്തിപ്പുറത്തൊന്നും ഒന്നുമില്ല, കുറേ മരങ്ങൾ മാത്രം. നമുക്ക് കാടിനുള്ളിൽ പോകുമ്പോൾ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതുപോലൊരു ടൈപ്പ് ഓഫ് സൗണ്ടൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോയത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പ്രൈവസി ഒക്കെ നല്ല ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് മരങ്ങൾ പറയുന്നത് ചക്കയും അതായത് പ്ലാവാണ്. തൊട്ട് നമുക്ക് പറിക്കാൻ പറ്റുന്ന തരത്തിൽ നിൽക്കണേ. അമ്മേനെ കൊണ്ട് അച്ഛനെ കൊണ്ടൊക്കെ വന്നെങ്കിൽ പറിച്ചിട്ടൊക്കെ പൂളായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ വന്ന് ഓൾറെഡി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കയറി പോണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് അടിച്ചുകൊണ്ട് നല്ല കിതപ്പുണ്ട്. ഞാൻ പട്ടി കതയ്ക്കണ പോലെ മുകളിൽ എത്തുമ്പോൾ കതയ്ക്കാണ്. നമ്മൾ തണവൊന്നും ഇല്ലാത്തൊരു സമയത്താണ് പോയതെങ്കിലും നല്ല തണവായിരുന്നു അവിടെ. അവിടെ AC കംപ്ലയിൻ്റ് ആണെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസ് ഒക്കെ നമുക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ AC ഒന്നും ഒരു ആവശ്യമില്ല, മാരക തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. എനിക്ക് തണുപ്പ് തീരെ പറ്റാത്ത ഒരാളാണ്. പക്ഷെ ഞാനന്ന് അവിടെ സർവൈവ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. ഇപ്പുറത്തെ ചെറിയൊരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ വെള്ളം നിറച്ചിട്ടില്ല അവർ. പക്ഷെ നമ്മൾ അവിടേക്കൊന്നും പോയില്ല. താഴെ ഓൾറെഡി പൂളുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നല്ല തണവാണ്. ഈ പറയുമ്പോൾ അറിയാമല്ലോ, തൊടുമ്പോൾ ഭയങ്കര തണവായിരിക്കില്ലേ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ അന്നത്തെ ദിവസം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് താഴത്തെ സ്പേസാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ എടുത്താണ്. അവിടെ നമുക്ക് കുറച്ച് ഒരു പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴത്തേക്കൊക്കെ കുറേ ഏക്കറിലാണ് ഇവരിത് ചെയ്തിരിക്കണത്. ഇതേപോലെ ഒരു റൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൂമിലുള്ള സ്പേസ് എന്ന് പറയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. ഭയങ്കര പ്രൈവസിയാണ്. പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രാത്രി ഒന്നും ഇറങ്ങിയില്ല. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുഡ് കഴിച്ച് നമ്മൾ അങ്ങനെ കയറി പോവുക ചെയ്തത്. ഇത് രാവിലെ ഇറങ്ങി വരുമ്പോഴുള്ള സീനറിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു രാത്രിയാണ് നമുക്ക് നല്ല കാണാനുള്ളതെന്ന്. പക്ഷെ അല്ല, രാവിലെയാണ്. കാരണം നമുക്ക് അപ്പുറത്തുള്ളൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റേണ്ടത് നേരം വിളിക്കുമ്പോഴാണല്ലോ. അപ്പോൾ ഫുള്ള് മരങ്ങളാണ്. പിന്നെ രാവിലെ ഇറങ്ങി വരുമ്പോൾ കുറച്ചും കൂടെ ക്ലിയറുള്ള സൗണ്ടും. ആദ്യമായിട്ടാണ് ഞാനിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഈ നേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് അവർക്കൊരു ട്രക്കിംഗ് ഏരിയ ഉണ്ട്, ഒരു ട്രക്കിംഗ് പോയിന്റ് ഉണ്ട്, ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇത്തിരി മോർണിംഗ് തന്നെ ഇറങ്ങി. നല്ല തണവുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ തണവത്തും കുളിച്ചു. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു എനിക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും ഇറങ്ങി. താഴെ പോയി ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അത്ര നേരം വന്നിട്ട് അവിടെ ഒരു മനുഷ്യൻ്റെ കുട്ടീനെ പോലും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ താഴത്തെ അവരുടെ ഏരിയയിലുള്ള റിസപ്ഷനുള്ള ആൾക്കാരല്ലാണ്ട്. പക്ഷേ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫാമിലി കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഫാമിലി ആയിട്ട് വരേണ്ടതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ താഴെ എത്തി. ഇനി നമുക്ക് അടുത്ത പരിപാടികൾ നമ്മൾ തുടങ്ങാൻ പോകാം.